കുടുംബവും ആ വലിയ കപ്പലിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അദൃശ്യമായൊരു കാത്തിരിപ്പിന്റെ സാന്നിധ്യം ഭൂമിയിൽ നിറഞ്ഞു. ആ നിമിഷത്തിന്റെ ഭാരവും മൗനവും മൃഗങ്ങൾ മനസ്സിലാക്കി. ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്ന് മഴ പെയ്യാൻ തുടങ്ങി. ആദ്യ ഉൽപ്പത്തി പുസ്തകത്തിലെ വെള്ളപ്പൊക്ക വർണ്ണനയുടെ തുടക്കം ഇങ്ങനെയാണ്. ഇവിടം ഒരുപാട് പേരുടെ വേരെറുത്ത ആ പേമാരി പെയ്തു തുടങ്ങിയതും അങ്ങനെയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും മഴ ചാറിത്തുടങ്ങിയത്. തോരാതെ അതങ്ങനെ തിമിർത്തു തുടങ്ങി. ആദ്യ 24 മണിക്കൂറിൽ 200 മില്ലിമീറ്ററും അടുത്ത ദിനരാത്രിയിൽ 374 മില്ലിമീറ്ററുമായി. 48 മണിക്കൂറിൽ 572 മില്ലിമീറ്റർ മഴ. നോഹയുടെ കഥ പോൽ ആകാശത്തിന്റെ കിളിവാതിലുകളെല്ലാം തുറന്നുള്ള മാറാ മഴ. മഴ മരണനൃത്തമാടിയ 2 നാളുകൾക്കിപ്പുറം ഭൂമിയിൽ വയനാടൻ മലയോര ഗ്രാമത്തിന്റെ എല്ലാ മനോഹാരിതയുടെയും അടയാളമായിരുന്ന മുണ്ടക്കയും ചൂരൽമലയും പുഞ്ചിരിമട്ടവും അട്ടമലയും ചരിത്രത്തിൽ അമർന്നുപോയി. മൂകസാക്ഷിയായി കേരളം. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ജനനിബിഡമായിരുന്ന ഇവിടം ഒരു പുഴയൊഴുകുകയാണ്. ഇനിയും തിട്ടപ്പെടുത്തിയിട്ടില്ലാത്തയത്ര ജീവനുകളെടുത്ത മരണപ്പുഴ. പ്രിയപ്പെട്ടവരെ, കണ്ണീർ വിട. വാക്കുകൾക്കതീതമാണ് ഈ തീരാ സങ്കട കൊടുമുടി. മുണ്ടക്കയിലും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും അട്ടമലയിലും ജീവിതം കരുപ്പിടിപ്പിച്ച കുറേയേറെ മനുഷ്യരുണ്ടായിരുന്നു. അവരിപ്പോൾ എവിടെയാണ്? മണ്ണിനടിയിൽ ആണ്ടുപോയവർ, ചാലിയാറിൽ ചിന്നിച്ചിതറിയവർ, ഇരുൾപ്പാതിരയിൽ ഉരുളൊഴുകിയെത്തിയപ്പോൾ ഉച്ചത്തിലുയർന്ന നിലവിളികളെ പൂരിപ്പിച്ചെടുക്കുകയാണ് ആ മണ്ണിനുമേൽ ബാക്കിയായവർ. മൗനവിലാപങ്ങളാണ് ചുറ്റും. ഉയിരായതെല്ലാം നഷ്ടപ്പെട്ടവരുടെ നാടാണ്. കരൾ പിടഞ്ഞ് കുറച്ചുപേർ മാത്രം ബാക്കി. പാതി മരിച്ച, ഹൃദയം തകർന്ന കുറച്ചുപേർ മാത്രം. വാക്കുകൾക്കതീതമാണ് ഈ സങ്കട കൊടുമുടി. അനുജനും ഭാര്യയും 3 മക്കൾ പോയി. എൻ്റെ മോളാണത്, മോളെ വീട്. നമ്മളെ കുട്ടികളൊക്കെ തലയിൽ മണ്ണുണ്ടാനായിട്ട് എത്ര എണ്ണത്തിന് മറവ് ചെയ്തറിഞ്ഞാണ്. കുറേ കുടുംബങ്ങളുണ്ട് നമ്മളെ അയൽവാസികൾ. ആരെ വിളിക്കാൻ ഫോണില്ലല്ലോ നമ്മളെ കയ്യിൽ. എല്ലാം നമ്മളത് നഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവർ ഇനി എവിടെ ഉണ്ടോന്നും അറിയില്ല, ഈ മണ്ണിന്റെ അടിയിലാണോന്ന് അറിയില്ല. മേപ്പാടിയിൽ നിന്ന് 13 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചൂരൽമലയിലെത്താം. ചൂരൽമല പാലം കടന്നാൽ വലത്തോട്ടുള്ള റോഡ് മുണ്ടക്കയിലേക്കാണ്.
ഇടത്തോട്ടുള്ള റോഡ് അട്ടമലയിലേക്കും. മുണ്ടക്കൈയിലെത്തിയാൽ റോഡ് അവസാനിക്കും. ദി ഡെഡ് എൻഡ്. സ്വർണം തേടി ബ്രിട്ടീഷുകാരാണ് വെള്ളരിമലയുടെ താഴ്വാരത്തിലുള്ള ഇവിടം ആദ്യം എത്തിയത്. സ്വർണം കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ പാഴായതോടെ വെള്ളക്കാർ വനം വെട്ടിത്തെളിച്ച് തേയിലയും ഏലവും നട്ടു. ഏറനാട്ടിൽ നിന്നും വള്ളുവനാട്ടിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമെല്ലാം പണിക്കാരെ കൊണ്ടുവന്നു. ഒപ്പം തദ്ദേശീയരായ പണിയ വിഭാഗക്കാരും. 1950കളുടെ തുടക്കത്തിൽ മധ്യ തിരുവിതാംകൂറിൽ നിന്നും കുടിയേറ്റവുമുണ്ടായി. റോഡ് വന്നു. വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും ഉയർന്നു. മസ്ജിദും അമ്പലവും ചർച്ചുമുള്ള സർവമത സംഗമ ഭൂമിയിൽ മനുഷ്യർ ഒത്തൊരുമയോടെ ജീവിച്ചു. തോട്ടം തൊഴിലാളികളുടെ മക്കൾ സർക്കാർ ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും കർഷകരും പ്രവാസികളും കലാകാരന്മാരും കായിക താരങ്ങളുമെല്ലാമായി. വയനാടൻ ടൂറിസത്തിന്റെ കൊടിയടയാളമായ ഈ തേയില താഴ്വരയിൽ 100 കണക്കിന് റിസോർട്ടുകളും സാഹസിക ടൂറിസ സംരംഭങ്ങളും വന്നു. സഞ്ചാരികളുടെ സുന്ദര നിമിഷങ്ങളെല്ലാം റീലുകളായി സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു. മുണ്ടക്കൈയും ചൂരൽമലയും കുറേയേറെ നല്ല മനുഷ്യരും. തിങ്കളാഴ്ച യാത്രയും മഴ മാറാതെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. വൈദ്യുതി വന്നും പോയുമിരുന്നു. 5-6 കിലോമീറ്റർ മാത്രം അകലെയാണ് പുത്തുമല. 17 ജീവനെടുത്ത പുത്തുമല ദുരന്തത്തിന്റെ ആണ്ടോർമയാണ് ഓഗസ്റ്റ് 8. ചിലർ സംശയിച്ചതാണ് ഇനി ഉരുൾപൊട്ടിയാലും പുഴ കാവലൊരുക്കുമെന്ന് ആത്മവിശ്വാസം കൊണ്ടു. ആദിയോടെ തന്നെയാണ് ആ രാത്രി ആ തേയില താഴ്വാരം ഉറങ്ങാൻ കിടന്നത്. ഭയാനകമായ ശബ്ദമാണ് ആദ്യം കേട്ടത്. അപ്പോൾ സമയം രാത്രി 1 എന്നാണ് പലരുടെയും ഓർമ്മ. ബോംബ് പൊട്ടും പോലൊരു ശബ്ദം. 1 മണിയായപ്പോഴും ഈ ഒച്ച കേൾക്കണത്. ഞാനും കുട്ടിയും മാത്രം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം ഞാൻ ഇവളെ വിളിച്ചപ്പോൾ പറഞ്ഞ ഒറ്റയ്ക്ക് നിൽക്കണ്ട, നീ വാന്ന്. അപ്പോൾ ഇവരെ വീട്ടിൽ പോയി നിന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഭയങ്കര ശബ്ദം. എല്ലാവരും 4 ഭാഗത്തു കൂടി ഓടുന്നത്. ഞാനും കുട്ടീനെ എടുത്തിട്ട് ഓടി. കാലിൻ്റെ മുട്ടിന് മേലേക്ക് വെള്ളം കയറുന്നുണ്ട്. പക്ഷേ കുട്ടീനെ നിലത്തിച്ചാൽ കുട്ടി മുങ്ങും. അങ്ങനെ പോവുകയാണെങ്കിൽ പോട്ടേണ്ട് കുട്ടീനെയും കെട്ടിപ്പിടിച്ച് അവിടെ നിന്നപ്പോഴാണ് ജീപ്പ് വന്നിട്ട് കയറിക്കും മോളേണ്ട് ആരോ എന്നെ കൊണ്ടുവന്നിട്ട് ബംഗ്ലാവിലാക്കിയത്. അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ടു. എനിക്ക് ആകെ ഉണ്ടായത് എൻ്റെ അച്ഛനും അമ്മയും മാത്രമായിരുന്നു. ഇനിയുള്ളൊരു മോളും ഞാനിപ്പോൾ ഒറ്റയ്ക്കായിരിക്കണത്. ഇനിയിപ്പോൾ അവിടുന്ന് ഇപ്പോൾ ക്യാമ്പിൽ പോയതിന് എവിടെ പോകുന്നു ഞങ്ങൾക്കറിയില്ല. എൻ്റെ ആകെ ഇതാ ഇവിടമാണ് ആദ്യ ഉരുൾപൊട്ടലിന്റെ ഉറവിടം. വെള്ളോലിമലയുടെ ഒരു ഭാഗമങ്ങ് അടർന്നു പോന്നു. 3 കിലോമീറ്റർ വനമേഖല യാത്രയും കടന്നെത്തിയ ഉരുൾ ആദ്യം തുടച്ചെറിഞ്ഞ ജനവാസ മേഖല പുഞ്ചിരിമട്ടമാണ്. ഒരു നാടപ്പാടെ ഇല്ലാതായി. മഴ മരണനൃത്തമാടിയ പകൽ അവസാനമെത്തിയ ജാഗ്രതാ നിർദ്ദേശം അറിഞ്ഞ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എത്ര പേർ മാറിയെന്ന് ഇപ്പോഴും ആർക്കും തിട്ടമില്ല. രാത്രി ഞാൻ മാറാൻ പറഞ്ഞു, മേപ്പാടിയിലേക്ക് കൊടുക്കാൻ പോകാൻ പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞ് അന്ന് മഴ കുറവായിരുന്നു ഇത്ര. അപ്പോൾ ഒരു ഇവിടെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോയി നിൽക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി നിന്നതാണ്. അപ്പോൾ ഉമ്മ പെങ്ങള്, പിന്നെ ആ പെങ്ങളെ വീട്ടിലുള്ള ഉമ്മാൻ്റെ പെങ്ങളുണ്ട്, അനിയത്തിൻ്റെ മോള്, ഭർത്താവ്, പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അളിയുണ്ട് അലിയുടെ വൈഫ്. അവർ രണ്ടാളും രക്ഷപ്പെട്ട്. പക്ഷെ അവർ 2 മക്കൾ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. മലമുകളിൽ എന്തോ സംഭവിച്ചു എന്ന് മുണ്ടക്കൈക്കാർ നനച്ചതാണ്. അടുത്ത നിമിഷം വായിലും മൂക്കിലും ചേറ് കയറി. 2 നില കെട്ടിടത്തോളം വലിപ്പമുള്ള വലിയ വലിയ പാറക്കല്ലുകൾ ആ കൊച്ചു പട്ടണത്തെ ആകെ അടിച്ചു തെറിപ്പിച്ചു. മുണ്ടക്കൈ മരണക്കൈ ഉയർത്തി മണ്ണിലമർന്നു. ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് ചിലർ മാത്രം പിടിച്ചു നിന്നു. അവർക്കിനി എന്തുണ്ട് എന്ന് ചോദിച്ചാൽ പ്രാണനും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അലട്ടുന്ന ഉറ്റവരുടെ ആർത്തലച്ചിലുകളും മാത്രം. രാത്രി പിന്നെ ഒരു ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ എണിച്ചപ്പോൾ പിന്നെ നോക്കണത് കാലും കൈയൊക്കെ മരവും കല്ലൊക്കെ വന്നിട്ട് വീട് നിറഞ്ഞ് കഴുത്തിൻ്റെ അത്ര അയക്കുന്നു. മോളൊക്കെ തല നിറഞ്ഞു മണ്ണൊക്കെ. പിന്നെ ഞങ്ങൾ ടെറസിൻ്റെ മേലെ കയറി നിന്ന്
അവിടെ നിന്നിട്ട് കുറച്ച് ആൾക്കാർ അവിടെ മേലെ കയറി നിന്ന്. അപ്പോൾ നിന്ന് എല്ലാവരും കരച്ചിലും വിളിച്ചിലും നമ്മളെ തൊട്ടടുത്തുള്ള വീടൊക്കെ അടിയോടെ പോയി. അതിലൊന്നും ആരുമില്ല, വീടേ കാണില്ല. അവിടെ പുറത്തിറങ്ങിയതാണ് ഞങ്ങൾ പോയിട്ടുണ്ടാവുമായിരുന്നു. ഉള്ളിലായതിനെ കൊണ്ട് രക്ഷപ്പെട്ടത്. എല്ലാ വീടും ആ ഭാഗത്തുള്ള വീടുകൾ പോയിക്കണ്. രണ്ടാമത്തെ പൊട്ടൽ മുഴുവനായിട്ട് പോയിക്കണെന്നാണ് പറയുന്നേക്കണ്. ആദ്യ ഉരുളെടുത്ത ആഘാതം അളന്നെടുക്കും മുൻപേ മുണ്ടക്കയിൽ നിന്ന് രണ്ടാമതൊരു ഉരുണ്ടു. അപ്പോൾ സമയം പുലർച്ചെ 4 കടന്നു എന്നാണ് അനുമാനം. പുന്നപ്പുഴ 2ആയി ഉരുണ്ടിറങ്ങി. 3 കിലോമീറ്റർ അകലെയുള്ള ചൂരൽമലയും ദുരന്ത ഭൂമിയായി. മനുഷ്യ ശരീരങ്ങൾ കൊടും കാടും കടന്ന് 25 കിലോമീറ്ററോളം അകലെ അടുത്ത ജില്ലയായ മലപ്പുറത്തെ ചാലിയാർ പുഴയിലേക്ക് ഒഴുകി. ചാലിയാർ കണ്ണീർ കടലായി. ഞങ്ങൾ ഏകദേശം ഒരു 10-15ഓളം ബോഡി ഞങ്ങൾ പല ഭാഗത്തുനിന്നായിട്ട് എടുത്തിട്ടുണ്ട്. മലയിറങ്ങിയെത്തിയ ഉരുളിനെ വെള്ളാർമല GVHS സ്കൂൾ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ഒരൽപ്പം ദിശ മാറ്റിയില്ലായിരുന്നുവെങ്കിൽ ചൂരൽമല ഗ്രാമത്തിന്റെ ബാക്കി ശേഷിപ്പുകൾ അത്രയും പിന്നെയും ഒഴുകിപ്പോകുമായിരുന്നു. വലിയ ദുരന്തത്തെ തന്നാലാകും വിധം തടഞ്ഞു നിർത്തിയാണ് ഹൃദയത്തുടിപ്പായിരുന്ന ഈ അക്ഷരമുറ്റം നിലംപൊത്തിയത്. വേരറ്റുപോയ മണ്ണും കുന്നിറങ്ങിയ വെള്ളവും ആർത്തലച്ചെത്തിയ ആ രാത്രിയിൽ പല വഴിയിൽ ചിതറിത്തെറിച്ചവരാണവർ. മണ്ണിൽ ആഴ്ന്നിറങ്ങിപ്പോയവർ, മരത്തടിയിൽ ചുറ്റിപ്പിണഞ്ഞും പാറക്കല്ലുകളിൽ തലയടിച്ചും കുത്തൊഴുക്കിൽ ഇല്ലാതായവർ. പൊന്നോമനകളെയും അച്ഛനമ്മമാരെയും കൂടപ്പിറപ്പുകളെയും ജീവിതം പകുത്തു പങ്കുവച്ച നല്ല പാതികളെയും നഷ്ടപ്പെട്ടവരാണവർ. ഭൂമിയും വീടും വാഹനവുമടക്കം ഒരായുസിന്റെ ആസ്തികളെല്ലാം ഇരുളിലെത്തിയ ഉരുളൊത്തുപോയവരാണവർ. വാക്കുകൾക്കതീതമാണ് ഈ സങ്കട കൊടുമുടി. ഇനി ഒന്നുമില്ല, എനിക്ക് 2 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികളെയും കെട്ടിച്ചു. കുറേ ദിവസം ഒരു കൂട്ടി വെച്ച വീടാണ് എൻ്റെത്. ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാ അടിയോടെ പോയി നമ്മൾ ഇതിൽ രക്ഷപ്പെട്ടു പോയതാണ്. എങ്ങനെയാണ്, ഒന്നുമില്ലാണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ്. ഭർത്താവ് മരിച്ചുപോയി, ഭർത്താവില്ല. 2 കുട്ടികളെ കെട്ടിച്ചതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇനി ഇരിക്കാൻ വേണ്ടി ക്യാമ്പിൽ നിന്ന് വിട്ടാൽ എവിടെയാണ് പോകുക എന്നുള്ള ഒരു ഇതില്ലാതെ നിൽക്കുകയാണ്. നമ്മളൊരു പൂർണ്ണമായിട്ടും പോയി ഒന്നുമില്ല. ചൂരമല എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വിറച്ചു പോകുകയാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഉണ്ട്. പൊട്ടിയിരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ച ഭാഗമല്ല. ഞങ്ങൾ പറയുന്നുണ്ട് മല പൊട്ടിയ ഞങ്ങൾ ഒത്ത ചൂരമല പോകുന്നു പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ അതിപ്പോൾ ഇങ്ങനെ വന്ന് ഇനി അടുത്ത പൊട്ടലിൽ ആ നാട് ഇനി ഒന്നിപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്, അവരും കൂടിയില്ല. ഞങ്ങൾ വിചാരിച്ച ഭാഗം പൊട്ടിയിട്ടില്ല, അല്ലാത്ത അവിടെയാണ് പൊട്ടിപ്പോയിക്കുന്നത്. മലയത്രയും കുത്തിയൊഴുകിയെത്തിയ ആദ്യ പകപ്പുകളെ അതിവേഗം അതിജീവിച്ച് മണ്ണിലമർന്നവരെ വാരിയെടുക്കാൻ ആദ്യമിറങ്ങിയതും അന്നാട്ടുകാരാണ്. കയ്യിൽ കിട്ടിയ വടിയും ടോർച്ചുമെടുത്ത് ഒറ്റയ്ക്കും കൂട്ടമായും അവർ കൂടെപ്പിറപ്പുകളെ തേടിയിറങ്ങി. മണ്ണിലും ചെളിയിലും പുതഞ്ഞുകിടന്ന പലരെയും ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റി. ഒട്ടും പ്രതീക്ഷിക്കാതെ രണ്ടാമതും ഉരുൾ ഇടിച്ചിറങ്ങി വന്നതോടെ രക്ഷകരിൽ പലരും കാണാമറയത്തേക്ക് മറഞ്ഞു. ചില മനുഷ്യർ അങ്ങനെയാണ്. എല്ലാ ദുരിതക്കയത്തിലും അവർ അവതരിക്കും. സ്വന്തം ജീവനേക്കാൾ അപരന്റെ ജീവന് അവർ വിലയിടും. മുണ്ടക്കൈ സ്വദേശി 36-കാരനായ പ്രജീഷിനെ പോലെ അമാനുഷിക മനുഷ്യരായി നൊമ്പരമായി പടരും. 12:01 മണിയാകുമ്പോൾ പ്രജീഷിൻ്റെ ഫോൺ വന്നു. ബാലേട്ടാ, നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്നുള്ള ആളുകളെ കൂട്ടിയിട്ട് വാ, ഇവിടെ കുറേ ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട്, അവരൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തണം, നിങ്ങളവിടെ കിടന്നുറങ്ങല്ലേ. അവസാനം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരും കൂട്ടി 10 പേരെ കൂട്ടി. അതിൻ്റെ ഇടയിൽ ഇവൻ ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ബാലേട്ടാ, ഞാൻ പള്ളിക്കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ മുകളിൽ നസീർക്ക് കുടുങ്ങിയിട്ടുണ്ട്, നസീറിനെ രക്ഷപ്പെടുത്തണം, ബാക്കിയുള്ളവരൊക്കെ ഞാൻ ഒരുവിധ ആൾക്കാരൊക്കെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ജീപ്പ് കൊണ്ട് കിട്ടുന്ന ആളുകളെ ബംഗ്ലാവിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പ്രജീഷിനെ പിന്നെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും രണ്ടാമത്തെ പൊട്ട് പൊട്ടുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ പ്രജീഷ് പറഞ്ഞു, ഞാൻ നസീർ ഖാൻ്റെ വീടിൻ്റെ അവിടെ എത്താറായി എന്ന് മാത്രം ഒരു ഫോൺ മാത്രമേ എനിക്ക് കേട്ടുള്ളൂ, പിന്നെ ഒന്നും കണ്ടില്ല. പിന്നെ അവിടുന്ന് ഇപ്പോൾ കണ്ട ദൃക്സാക്ഷികൾ അതിൻ്റെ മേലുള്ളവർ പറഞ്ഞു പുഴയിലൊരു ടോർച്ചും ഫ്രണ്ടിലൊരു കയ്യും മുന്നോട്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കയ്യിലൊരു വലിയ ടോർച്ചുണ്ട് എപ്പോഴും, ആ ടോർച്ചാണ് ഉപയോഗിച്ചത്. അവൻ ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു സ്വത്താണ്. കാരണം എൻ്റെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്ത് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാൾ. അവൻ അമ്മയുടെ അടുത്ത് ഞങ്ങൾ പോയിട്ട് അവൻ മരിച്ചു എന്ന് പറയുന്നത് സങ്കടം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അയാളെ ഓർക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയൊരു വേദനയാണ്. കാരണം എന്താ പറയുക, ഇനി ആ നാടിന് ഞങ്ങൾക്കില്ലല്ലോ. അവൻ്റെ വീടിരിക്കുന്ന സ്ഥലം പോലും ഇല്ല.
നാട്ടുകാർ തുടങ്ങിവച്ച ആദ്യ രക്ഷാപ്രവർത്തനത്തിലേക്ക് പോലീസും വനം വകുപ്പും ഫയർഫോഴ്സും NDRFുമെല്ലാം ഒപ്പത്തിനൊപ്പം ചേർന്നതോടെ ആദ്യ സുവർണ മണിക്കൂറുകളിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വേഗം കൈവന്നു. പുലർച്ചെ 3:50 തന്നെ NDRF ചൂരൽമലയിലെത്തി. 4 മണിയാകുമ്പോഴേക്ക് ഫയർഫോഴ്സും. ഒലിച്ചുപോയ ചൂരൽമല പാലവും വെള്ളമടിച്ച വഴികളും മുണ്ടക്കയെയും അട്ടമലയെയും ഒറ്റപ്പെടുത്തി. എത്തുന്നയിടം വരെ വാഹനങ്ങളെ എത്തിച്ച് എന്തുമെന്തും ആയുധമാക്കി അവർ ജീവന്റെ തുടിപ്പുകളെ തിരഞ്ഞു. ജീവൻ തേടിയെത്തിയവർ പക്ഷേ ആദ്യ മണിക്കൂറുകൾക്ക് ശേഷം കണ്ടെത്തുന്നതെല്ലാം ജീവനറ്റ ശരീരങ്ങളായിരുന്നു. ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങളും പലയിടത്തായി മണ്ണിൽ പുതഞ്ഞു കിടന്നു. കുഞ്ഞുങ്ങളുടെ കൺതുറക്കാ ഉറക്കങ്ങൾ കരളലിയിപ്പിച്ചു. ഭീതിയോടെ ഇരുളിന്റെ കൈപിടിച്ച് ജീവൻ കാത്ത പലരും രക്ഷയ്ക്കായി ചാനൽ ഓഫീസുകളിലടക്കം സഹായം അഭ്യർത്ഥിച്ച് വിളിച്ച മണിക്കൂറുകൾ. സാറേ, ഞങ്ങള് 250 പേര് ഇവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഞങ്ങളെ എന്തെങ്കിലും രീതിയിലൊന്ന് രക്ഷപ്പെടുത്ത എന്തെങ്കിലും വല്ലാത്തൊരു അവസ്ഥയിലാണുള്ളത്. സാറ് ഞങ്ങളെ രക്ഷിക്കണം. കർണാടകയിൽ ഇതുപോലെ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നിൽക്കുന്നത് മുണ്ടക്കായി പുഞ്ചിരിമട്ടം. എണ്ണയിട്ട യന്ത്രം പോലെ സർക്കാർ സംവിധാനങ്ങളെല്ലാം ചടുലമായി. കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും ജീവൻ രക്ഷാ ഉപകരണങ്ങളുമായി ഉച്ചയോടെ സൈന്യവും ദുരന്തമുഖത്തെത്തി. സൈന്യമെത്തിയതോടെ രക്ഷാപ്രവർത്തനത്തിന് വേഗമേറി. നിമിഷ നേരം കൊണ്ട് പുഴ കടക്കാൻ താൽക്കാലിക പാലമൊരുങ്ങി. മുണ്ടക്കൈയിലടക്കം കുടുങ്ങിക്കിടന്നവരെ രക്ഷപ്പെടുത്തി. രക്ഷാസേനയ്ക്കൊപ്പം തന്നെ മെഡിക്കൽ സംഘവും തയ്യാറായി. എയർലിഫ്റ്റ് ഒരുക്കി നാവികസേനയുടെ ഹെലികോപ്റ്ററുമെത്തി. സൈന്യം ബെയിലി പാലം കൂടി പൂർത്തിയാക്കിയതോടെ രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലായി. പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലുമെല്ലാം JCBയും ഹിറ്റാച്ചിയും അടക്കമുള്ള യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടന്നു. ഡ്രോണുകളും റഡാർ സംവിധാനങ്ങളും സ്നിഫർ ഡോഗുകളും കഡാവർ ഡോഗുകളും രക്ഷാപ്രവർത്തനത്തിനെത്തി. നിലമ്പൂർ കാട്ടിൽ കുടുങ്ങിയ ആദിവാസി കുടുംബത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അതിസാഹസികമായി പുറത്തെത്തിച്ചതും ദുരന്തമുഖത്തെ ആശ്വാസ വാർത്തയായി. പേടിക്കണ്ടോ. മഹാപ്രളയത്തിന്റെ ആണ്ടോർമ്മക്കാലത്ത് അതേപോലെ നനഞ്ഞു നിൽക്കുന്നു നമ്മൾ. അതേ സങ്കടപ്പെയ്ത്ത്, അതേ കണ്ണീർ ചാലുകൾ. 5 കിലോമീറ്റർ അകലെയാണ് പുത്തുമല. കണ്ണീർ നനവുള്ള മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന വയനാടൻ മലയോരം ആദ്യമല്ലെന്ന് ചുരുക്കം. സഞ്ചാരി പറുദീസി എന്ന തലക്കെട്ടിനപ്പുറമുള്ള ആഴക്കാഴ്ചയിൽ മുണ്ടക്കൈകളും ചൂരൽമലകളും എങ്ങും പൊള്ളിക്കുന്ന ജീവിത പരിസരങ്ങളുടെ നേർചിത്രം തന്നെയെന്ന് സാക്ഷ്യം. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും അന്തരീക്ഷത്തിൽ സജീവമാണ്. ഒപ്പം കൂട്ടി വായിക്കാനായി ഇതൊരു കണക്കെടുപ്പിന്റെ നേരമല്ല എന്നതുകൂടിയുണ്ട്. പകച്ച പകലുകൾക്കപ്പുറം കണ്ണീർ തുടച്ച് വയനാടിനെ കരകയറ്റാൻ നമുക്ക് കൈകോർക്കാം. കേരള ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു പ്രകൃതി ദുരന്തത്തെ ഒന്നിച്ച് ഒരുമയോടെ നേരിടാം.
വയനാട് ഒറ്റയ്ക്കല്ലെന്ന് നമുക്ക് ഹൃദയപൂർവ്വം പറയാം. ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു 150 ഏക്കർ സ്ഥലം എടുക്കുക, അതിൻ്റെ അകത്ത് ഒരു 300 വീടുകളാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അതുകൂടാതെ നമുക്കൊരു 300 വീടോളം അതിനോട് ചേർന്നിട്ട് ഈ പറഞ്ഞ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരെ ഉണ്ടാവും. എല്ലാം കൂടി ഒരു 10-600 വീട് അതിനോടനുബന്ധിച്ച സംവിധാനങ്ങളാണ് ഈ പറഞ്ഞ ചൂരൽമല എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ ഇതേ സെയിം ചൂരൽമല വേറൊരു സ്ഥലത്ത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റമായിരിക്കും ഉണ്ടാകുക. ആ മാറ്റത്തിന് നമ്മൾ ഒരു ഭാഗവാക്കാകുക എന്നുള്ളത് മാത്രമേ റിപ്പോർട്ട് TV ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് സർക്കാർ പറയുന്ന എന്ത് സപ്പോർട്ടിന് നമ്മൾ തയ്യാറാണ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് എന്നുള്ളതാണ്. സർക്കാർ എന്ത് പ്രപ്പോസൽ വെച്ചാൽ അതിൻ്റെ കൂടെ നിൽക്കാൻ റിപ്പോർട്ട് TV തയ്യാറാണ്.